മിറായിലെ വിശുദ്ധ നിക്കോളാസ്. മിറായിലെ മെത്രാനായിരുന്ന വിശുദ്ധ നിക്കോളാസ് പാശ്ചാത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വിശുദ്ധന്മാരിൽ ഒരാളാണ്. വളരെയേറെ സന്തോഷവാനും തടിച്ചുകൊഴുത്തവനും കുട്ടികൾക്ക് വാഗ്ദാനങ്ങളും ധാരാളം സമ്മാനങ്ങളുമായി ക്രിസ്തുമസിന് തൊട്ടുമുമ്പിലത്തെ രാത്രിയിൽ വരുന്ന തൂവെള്ളത്താടിയുള്ള സാന്താക്ലോസായി അമേരിക്കയിൽ ഇദ്ദേഹത്തിൻ്റെ സ്മരണ ഇപ്പോഴും നിലനിർത്തുന്നു. കുട്ടികളുടെ വിശുദ്ധനെന്ന നിലയിലാണ് ഇദ്ദേഹത്തെ പ്രധാനമായും കണക്കാക്കുന്നത്. നാവികരും കച്ചവടക്കാരും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നവരും സഞ്ചാരികളും പണയത്തിന്മേൽ കടം കൊടുക്കുന്നവരും ഇദ്ദേഹത്തെ വിളിച്ചപേക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ നിക്കോളാസിനെ വിശുദ്ധ ആൻഡ്രൂവിനോടൊപ്പം റഷ്യയിലെ സഹമധ്യസ്ഥരിൽ ഒരാളായി കണക്കാക്കി ആദരിക്കുന്നു. 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഏഷ്യ മൈനറിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. ലിസിയായിലെ മിറായിലെ മെത്രാപ്പോലിത്തയായിരുന്നു വിശുദ്ധൻ്റെ അമ്മാവൻ. അദ്ദേഹം വിശുദ്ധനെ അടുത്തുള്ള ആശ്രമ അധിപതിയായി നിയമിച്ചു. മെത്രാപ്പോലിത്തയായിരുന്ന അമ്മാവൻ്റെ മരണത്തോടെ വിശുദ്ധൻ അടുത്ത മെത്രാപ്പോലിത്തയായി വാഴിക്കപ്പെട്ടു. തൻ്റെ മരണം വരെ വിശുദ്ധൻ ഈ പദവിയിൽ തുടർന്നു. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ മതപീഡനത്തിൽ ക്രിസ്തീയ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന കുറ്റം ചുമത്തി വിശുദ്ധനെ കാരാഗൃഹത്തിലടച്ചു. എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് മോചിതനാവുകയും ചെയ്തു. ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായ പല കഥകളും നിലവിലുണ്ട്. അതിലൊന്ന് പാവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ കരുണയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പടരായിലെ നിർധനരായ ഒരു മനുഷ്യനെ തൻ്റെ കന്യകകളായ 3 പെൺമക്കളെ കെട്ടിച്ചുവിടാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ വിഷമിച്ചു. അവസാനം അവരെ തെരുവ് വേശ്യകളാക്കുവാൻ നിർഭാഗ്യവാനായ ആ മനുഷ്യൻ തീരുമാനിച്ചു. ഈ മനുഷ്യനെക്കുറിച്ചറിഞ്ഞ വിശുദ്ധ നിക്കോളാസ് രഹസ്യമായി 3 സ്വർണ്ണക്കിഴികൾ ജനലിലൂടെ ആ മനുഷ്യൻ്റെ കുടിലിലേക്കിട്ടു. അങ്ങനെ ആ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുവാൻ വേണ്ട സ്ത്രീധനം അവർക്ക് രഹസ്യമായി നൽകി. പണയത്തിന്മേൽ കടം കൊടുക്കുന്നവരുടെ അടയാള ചിഹ്നമായ 3 സ്വർണ്ണഗോളങ്ങളുടെ ഉത്ഭവത്തിന് പിന്നിൽ ഈ കഥയിൽ പരാമർശിക്കുന്ന 3 സ്വർണ്ണക്കിഴികളാണെന്ന് പറയപ്പെടുന്നു. ഏതാണ്ട് 345 ഡിസംബർ 6 വിശുദ്ധൻ മരണമടഞ്ഞു. വിശുദ്ധൻ്റെ ഭൗതിക ശരീരം മിറായിലുള്ള ഒരു ദൈവാലയത്തിൽ അടക്കം ചെയ്തു. 1087 വരെ അത് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇറ്റലിയിലെ ഒരു തീരദേശ പട്ടണമായ ബാരിയിലെ നാവികർ ഈ ഭൗതിക അവശിഷ്ടങ്ങൾ പിടിച്ചെടുക്കുകയും ഇവ തങ്ങളുടെ പട്ടണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതിനോടകം തന്നെ വിശുദ്ധനോടുള്ള ഭക്തി യൂറോപ്പിലും കൂടാതെ ഏഷ്യയിലും പരക്കെ വ്യാപിച്ചു. പാശ്ചാത്യ ലോകത്ത് ഇത് ഒരു മതനവീകരണത്തിന് തന്നെ തുടക്കം കുറിച്ചു. വിശുദ്ധൻ്റെ ഇടപെടൽ നിമിത്തം ധാരാളം അത്ഭുത പ്രവൃത്തികൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു. ബാരിയയിലെ സാൻ നിക്കോള ദൈവാലയത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്നും ഔഷധ മൂല്യമുള്ള മന്ന ഡി എസ് നിക്കോള എന്നറിയപ്പെടുന്ന ഒരു തരം തൈലം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായി പറയപ്പെടുന്നു. ഡച്ചിലെ പ്രൊട്ടസ്റ്റൻ്റുകാർ ന്യൂ ആംസ്റ്റർഡാമിൽ വിശുദ്ധനെക്കുറിച്ച് വളരെ പ്രശസ്തമായ മറ്റൊരു കഥ പ്രചരിപ്പിച്ചു. ഈ കഥയിൽ വിശുദ്ധൻ ഒരു മാജിക്കുകാരനോ അല്ലെങ്കിൽ ഒരു അത്ഭുത പ്രവർത്തകനോ ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. സാന്താക്ലോസ് എന്ന സങ്കല്പം ഈ കഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. എന്നാൽ കത്തോലിക്ക വിശ്വാസികൾ ഇദ്ദേഹത്തെ ഒരു വിശുദ്ധനായും വളരെ നല്ല വിശ്വാസിയായും കൂടാതെ മിറായിലെ മെത്രാപ്പോലിത്തയുമായാണ് ആദരിച്ചു വരുന്നത്. ഗ്രീസ്, റഷ്യ, നേപ്പിൾസ്, സിസിലി, ലോറൈൻ കൂടാതെ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ബെൽജിയം എന്നിവിടങ്ങളിലെ പല നഗരങ്ങളിലും ഈ വിശുദ്ധനെ മാധ്യസ്ഥ വിശുദ്ധനായി കരുതി ആദരിച്ചു വരുന്നു.